ഈ ഇവന് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? അല്ല, നമ്മൾ 2-3 തവണയിലേ കാണുന്നു. എന്നെക്കുറിച്ച് എന്താ തോന്നണേ? ഒന്നുമില്ല. ഒന്നും തോന്നല്ല. ഈ മനുഷ്യന്മാരുടെ മനസ്സറിയണ എന്തുണ്ടെങ്കിലേ നല്ല സുഖമായിരുന്നല്ലേ? എന്ത് സുഖം? അല്ല, അവര് ചിന്തിക്കണൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. എന്നിട്ട് ഇപ്പം അങ്ങനത്തെ ഒരു യന്ത്രമുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്കറിയാൻ പറ്റില്ലേ ഇവൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം. മാരാ, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എൻ്റെ സ്വകാര്യതയാണ്. അത് മാറിനറിഞ്ഞിട്ട് എന്താ? ഞാൻ തൻ്റെ സ്വകാര്യത അന്വേഷിക്കാൻ വരുന്നുണ്ടോ? എനിക്കങ്ങനെ സ്വകാര്യത ഒന്നുമില്ല. ഇവനുണ്ട് സ്വകാര്യത. മാരാ, ഒരാളുടെ സ്വകാര്യത നശിപ്പിച്ചുകൊണ്ടല്ല അയാളെ സഹായിക്കുന്നത്. ചോദിക്കേണ്ടേ നല്ല സഹായം ഞാൻ എന്തെങ്കിലും ചെയ്തുതരാം. ചേട്ടാ, ഒന്നിങ്ങ വന്നേ. സോറി. എന്താണ്? സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. വാ ഇങ്ങോട്ട്. ജ്വാലേ വന്നില്ലേ? നാളെ രാവിലെ കാണാം. ഓക്കെ, അപ്പം ശരി, കാണാം. എന്തേ? ഒന്ന് കഴിക്കാൻ കുഴപ്പമില്ല. കുഴപ്പമില്ല കേട്ടോ. ഇവിടെ വരാറുണ്ടെങ്കിലും എനിക്കറിയില്ലായിരുന്നു ചേട്ടൻ ഇവൻ്റെ ചേട്ടനാണ്. നിങ്ങൾ തമ്മിൽ ഇത്ര കമ്പനിയാണോ? ഇല്ല, ജസ്റ്റ് ഒരു ഹൈ ബൈ. ഈവ് എൻ്റെ അനിയത്തിയായിട്ട് നല്ല കമ്പനി. ഓ,
ചേട്ടാ ശരിക്കും എന്തായിട്ടാ ഇതിൻ്റെ പ്രശ്നം? എടോ ഞാൻ അറിയാതെ എൻ്റെ അമ്മയുടെ അടുത്ത് സ്നേഹത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാ. ചേട്ടാ അവരിതെല്ലാവരോടും നടന്നു പറയുന്നത് ഞാൻ അറിഞ്ഞ. ഇതിപ്പോ അവള് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അമ്മ ആരോടും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചാ. സോറി. എന്താ ഇവിടെ? പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ വരുന്നേ. ഈ എന്തെങ്കിലും ടെൻഷനിലാണ്? എന്നെ ഫോളോ ചെയ്യാറുണ്ട്. എന്താ ആണ് പറയുന്നത്. എടോ അയ്യപ്പസ്വാമിയാണ് സത്യം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നു. ഉറപ്പാ? സത്യം. തൻ്റെ ചായ തന്നെ കുടി. പിന്നെ പറ. പറ. ഈ ലിവിങ് ടുഗദറിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്നോടാണോ? ആ എടാ തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതിനാണോ പറയാന്ന് പറഞ്ഞു? അന്ന് വീട്ടിൽ വെച്ചിട്ടും ഇത് പറയുന്നത് തന്നെയാണോ വന്നത്? അന്ന് വീട്ടിൽ വെച്ചിട്ടും ഇത് പറയാൻ തന്നെയാണോ വന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനന്ന് പാടിയത് ഞാൻ റെക്കോർഡ് ചെയ്ത് ഏതൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ടല്ലേ? അതറിഞ്ഞ, പക്ഷെ ഞാൻ പേരൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലേ? ഞാൻ പാടിയത് അയക്കുമ്പം അറ്റ്ലീസ്റ്റ് എന്നോട് ചോദിക്കാനുള്ളൊരു മര്യാദയെങ്കിലും ഇല്ലേ? ഇതൊരു പാട്ടല്ലേ? താൻ തൻ്റെ ചെയറിലോ ഇരുന്നോണ്ടാണോ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് എങ്ങനെ ബാധിക്കുന്നു തീരുമാനിക്കുന്നത്? താനെന്തിനീ ചെറിയ കാര്യത്തിന് ഇത്രയും ഡിസ്റ്റർബ്? എന്താ ഇതിൻ്റെ പ്രശ്നം? അറിഞ്ഞിട്ടെന്താ? ഈ സൊല്യൂഷൻ ഉണ്ടാക്കി തരും. പറ്റും. നിന്നെ കൊണ്ടൊരു പുല്ലും പറ്റും. മാരാ, എനിക്ക് നിന്നോടൊരു സ്നേഹമുണ്ട്. നീ വിചാരിക്കുന്ന പോലെ വേറൊന്നുമല്ല. നിന്നോട് ലസ്റ്റ് തോന്നാനുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ പ്രേമിക്കാനോ അതിന് പറ്റിയ ടൈപ്പൊന്നുമില്ല. എനിക്ക് നിന്നോട് അത് ഇതുവരെ തോന്നിയിട്ടുമില്ല. പിന്നെ നീ എന്നെ ഒന്ന് തൊട്ടാൽ പോലും എനിക്കൊരു ഫീലും ഉണ്ടാവില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഈ പരിപാടി നടത്തിക്കും. ശരി എന്നാൽ എനിക്കധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇനി ഒന്നിനെക്കുറിച്ചും അന്വേഷിക്കാൻ വേണ്ടി സെറ്റാക്കിയല്ലേ? നിങ്ങൾ കാര്യമായ എന്തോ പ്ലാനിങ്ങിലായിരുന്നല്ലോ. അതാ പിന്നെ ഞാനവിടെ ഇരുന്നത്. നടക്കട്ടെ. അല്ല വരാ, നിന്റെ തടി പോലീസ് എന്തോ വന്നിരുന്നു കേട്ടല്ലോ. നമ്മുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു. നീ പറയില്ല, അതെനിക്കറിയാം. അത് വിട്, നമ്മളോട് പറഞ്ഞില്ല, മോശമായി പോയി. എൻ്റെ കൈക്ക് എന്തൊരു അതൊരു മുറിവാണ്. ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ. ഇതാ നിൻ്റെ കാശിന് 2000 കിടക്കും, ബില്ലടയ്ക്കണം. എൻ്റെ കൈക്ക് എന്താ പറ്റിയെന്ന് പറയാം. അതൊരുത്തും വെട്ടിയതാ അരിവാളും കൊണ്ട്. വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സീനുണ്ട്. അവൻ്റെ പറമ്പിൽ കയറി 2 കാന്താരി പൊട്ടിച്ചതിന് വാള എടുത്ത് 2 വെട്ടങ്ങ് വെട്ടി. തുടക്കും കിട്ടി. നീ പേടിക്കണ്ട, ഞാൻ അവൻ്റെ വീടങ്ങോട്ട് പൊളിച്ചടുക്കി ചുമരൊക്കെ അങ്ങോട്ട് ഇടിച്ചിട്ടു. അപ്പം മൊത്തം പോലീസ് കേസാ. നീ ഒരു
ഒരു 5000 രൂപ. എടാ എൻ്റെ കാശില്ല. നോക്കിയേ കള്ളം പറയില്ലടാ. നമ്മളൊന്നല്ല. എടാ നിന്റെ മോന്തി നീ കുറുക്കം കുശൂട്ട് ഇരിക്കണേ. ഡിപ്രഷനാ? ഡിപ്രഷൻ അല്ലേ? അപ്പൊ അവള് നിനക്ക് സെറ്റായതല്ലേ? രണ്ടടിയാ. ഡോ താഴ്ന്നു വന്നേ, ഒരു മിനിറ്റ് കേട്ടോ വരാൻ. കയ്യിൽ ചക്ക വിളഞ്ഞാണ്. അതാണോ നിന്റെ പ്രശ്നം? നീ എന്തിനെങ്ങനെ ഷോ കാണിക്കുന്നേ? വിളിച്ചാൽ ഫോണും എടുക്കൂല, വാട്സപ്പിലാണെങ്കിൽ ഒതുക്കത്തെ മലോഡ്രമ. ഞാൻ പിന്നെ ശല്യപ്പെടുത്തിയോ? ഇല്ലല്ലോ. എടാ അതാണ് എൻ്റെ പ്രശ്നം. നീ ഇങ്ങനെ ഡൗൺ ആവാൻ മാത്രം എന്ത് പ്രേമം നിനക്ക് എന്നോട്? നിനക്ക് എന്നെ പറ്റി എന്താ അറിയുന്നേ? ഒരു കോപ്പിലെ സെന്റിമെന്റ്സ്. നിനക്കൊരു ക്യാരക്ടർ ഉണ്ടടാ. ഇതൊക്കെ പറയാനാണ് ഇപ്പം. സോറി, ഞാനൊന്നും പറയുന്നില്ല. എന്താ എന്താ ആരോടെ മാറി? എവിടെ? അവിടെ. സോറി. അവിടെ മിണ്ടാതെ മിണ്ടാതെ നിൽക്ക്. അമ്മേ, അവളെവിടെ പോയെന്നാ പറഞ്ഞത്? അവളെ വിളിച്ചാൽ കിട്ടേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ട, അത് കാരണമാണ്. എനിക്കറിയാൻ പാടില്ല. അമ്മേ, എട്ടപ്പള്ളി. അമ്മേ, ഒന്നുമില്ല. എടോ താൻ നമ്പർ അടിക്കാന്നാ ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് അപ്പം തന്നെ കോളടിച്ച്. ഇതിപ്പം തനിക്ക് ഇത്രയും ബാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടോ തനിക്കിനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും താൻ ആരാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഇതന്നെ അത്ര ഇഷ്ടം. എനിക്ക് പ്രശ്നമുണ്ട്. ജീവിതത്തിൽ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചൂർഡായി ഹാൻഡിൽ ചെയ്യും. ഇങ്ങോട്ട് നോക്ക്, ഞാൻ നിങ്ങൾക്ക് കൂട്ടിരിക്കാം, കമ്പനി തരാം. പോരെ? നീ നോക്കിയത് ഫോണിങ്ങന്നേ. ഫോൺ താടും. ചിരിക്കും. ഹലോ എടാ ഞാൻ ഓക്കെ.
നീ ഇന്ന് എവിടെ ഇരുന്നു? എന്തേ? പറ. ഞാൻ ഇന്ന് കൊടകരയിൽ ഒരു കേസിൻ്റെ ആവശ്യത്തിന് പോയി. പിന്നെ അതിന് ശേഷം കോർട്ടിൽ പോയി. എന്താ ചോദിച്ചേ? അല്ല, ഞാൻ എടപ്പള്ളി വരുന്ന് പോയിട്ടിരുന്നേ. എന്നെ കണ്ട പോലെ. എന്നെയാ? ഞാനെന്താ കുമ്പിടിയോ 2 സ്ഥലത്ത് ഒരേപോലെ കാണാൻ? വല്ല പെമ്പിള്ളേരെ വായ നോക്കി നടന്നുണ്ടോ? അതാ. പിന്നെ ആരടി എപ്പോഴാ വരുന്ന പെണ്ണ്? ആര്? എന്റെ വരവ് അത്ര ശരിയല്ലല്ല. തീരെ ശരിയല്ലാട്ടാ. നീ അത് അവളോട് പറഞ്ഞില്ലല്ലേ? താങ്ക്സ്. ഞാൻ ചെറിയ ഡൗട്ട് അടിച്ച കാരണം അങ്ങനെ പെരുമാറി. സോറി. ആ കുഴപ്പമില്ല ഏട്ടാ. ആരാ? ഒരു മിനിറ്റ്. സ്റ്റേഷനിൽ വെച്ച് കാണാൻ പറ്റില്ല, കാര്യം കുറച്ച് പേഴ്സണലാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ഡൗട്ടായി. കാരണം വാട്സപ്പ് ഒക്കെ ഇങ്ങനെ ഇപ്പോൾ DP ആണല്ലോ. ഇനി പെണ്ണ് തന്നെയാണോ അത് നമ്മളിനി വല്ല പറ്റിക്കാൻ വേണ്ടിയിട്ടാണോന്ന് അറിയില്ലല്ലോ. എന്തായാലും നമുക്ക് ഒരു ഓംലേറ്റ് അയച്ചിട്ട് സംസാരിക്കാം. ചേട്ടാ, ഒരു ഡബിൾ ഓംലേറ്റ് പെട്ടെന്ന് കേട്ടാ. സാറേ, അവിടെ നിന്ന് സൂക്ഷിച്ചാൽ മതി ചില കാര്യങ്ങളിൽ. അവളുടെ കയ്യിൽ നിന്ന് പോകാതിരുന്ന വേറെ സീനൊന്നുമില്ല. കയ്യിൽ നിന്ന് പോകാതിരുന്ന അതിപ്പോൾ ഞാൻ എങ്ങനെ പറയാ? അവളിപ്പോഴും അവിടെ വരാറുണ്ടല്ലേ? അവൾക്ക് ഏകദേശം അവളെ ഇഷ്ടപ്പെട്ട മട്ട. താനൊന്ന് ഓർത്ത് നോക്കി, അവളെന്തെങ്കിലും കാര്യം ചെയ്യരുതെന്നോ ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അതന്നെ ചെയ്തു നോക്ക്. അവളെ രക്തരക്ഷിക്കാവുന്നതാണ്. ചേട്ടാ, ചേട്ടൻ എന്തൊക്കെ പറയണേ? ഇതെല്ലാം തുടങ്ങുന്നത് ഞാനെന്നാ ടോയ്ലറ്റ് ചെക്ക് ചെയ്തപ്പോഴാണ്. അതിൽ ഫ്ലഷ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനതിൻ്റെ ലിവർ വലിച്ചപ്പോൾ പൊങ്ങി വന്നത് ആദ്യം മുറിഞ്ഞൊരു തലയാണ്. ഇത് താൻ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഇത് കേട്ട ആരും ഇന്ന് ജീവനോടില്ല സാറേ. എന്താ അവൻ്റെ പേരെന്ന് പറഞ്ഞത്? അരുൺ. എടാ, ഞാൻ പറയുന്നതിനേക്കാൾ വലുതാണ് ഈ പറയുന്ന സത്യം. ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ നിന്റെ ഫാമിലി താമസിയാതെ മനസ്സിലാക്കും.